ബഹുമാനപ്പെട്ട അച്ഛൻ പ്രൊഫസർ MG ബാബുജി, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ രണ്ടുപേരും, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 30 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ ഒത്തുകൂടുന്നത്. അതൊരു നീണ്ട ഇടവേളയാണ്. എങ്കിലും ഈ 30 കൊല്ലം കഴിഞ്ഞപ്പോഴെങ്കിലും നമുക്ക് കൂടാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. ഇവിടെ സങ്കീർത്തനം വായിച്ച അത് ഇംഗ്ലീഷിലായിപ്പോയി, അതുകൊണ്ട് അധികം പേർക്കും മനസ്സിലായിട്ടില്ല. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അത് ഭഗവതിൽ നിന്നും ഹെർമോന്യ മഞ്ഞ് പോലെ ഹരോൻ്റെ താടിയിലേക്ക് വീഴുന്ന പർവ്വതത്തിലെ മഞ്ഞ് പോലെയാകുന്നു. മനോഹരമായ ഒരു സങ്കീർത്തനമാണത്. നമ്മൾ ഒത്തുകൂടുമ്പോൾ, തമ്മിൽ കാണുമ്പോൾ ബന്ധത്തെക്കാൾ കൂടുതൽ നമ്മളെ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഒരു പകരക്കാരനായിട്ടാണ്. ഇവിടെ നിൽക്കേണ്ടിയിരുന്നത് ശ്രീമാൻ പ്രൊഫസർ KN സ്റ്റെഫാനോസാണ്. അദ്ദേഹം എൻ്റെ സഹപാഠിയും എൻ്റെ പിതൃ സഹോദരനും എൻ്റെ ഭാര്യയുടെ സഹപാഠിയും കൂടെയാണ്. അദ്ദേഹത്തിന് ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഇന്ന് വരാൻ സാധിക്കാതെ പോയത്. നമ്മുടെ കുടുംബം ഒത്തുകൂടുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. പലപ്പോഴും കുടുംബത്തിൽ തന്നെ പലരും അന്യോന്യം മിണ്ടാത്ത ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു മാരണം ഭവനത്തിൽ എത്തിയതോടുകൂടി ഒരാൾക്ക് ഒന്നും മിണ്ടാൻ സമയമില്ല. ഇതൊരു അപകടകരമായ രീതിയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളും ആ രീതിയിലാണ്. മൊബൈൽ ഫോൺ കൈ കിട്ടാതെ വരുമ്പോൾ പിള്ളേർ പിടയ്ക്കുക. അപ്പോൾ ആരും ഇവിടെ ഇല്ല. ചിലർ ഇംഗ്ലണ്ടിലാണ്, ചിലർ അമേരിക്കയിലാണ്, ചിലർ ആഫ്രിക്കയിലാണ്. ഇതെല്ലാം ഈ മൊബൈലിലാണ്. അങ്ങനെ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നത്. നമ്മെ മറന്നുപോകുന്ന ഒരവസ്ഥയിലാണ് ഈ ജീവിതം. അത് മാറി വല്ലപ്പോഴും തമ്മിൽ കാണുവാനും സന്തോഷം അനുഭവിക്കുവാനും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ.